മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന് നെഞ്ചുവേദന വന്നിട്ട് താഴെ വീണ് കിടക്കുകയാണ്. അലീന മുറിയിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് താഴെ വീണ് കിടക്കുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത്. ആ സമയത്ത് അലീന ആകെ സങ്കടപ്പെട്ട് സാറേ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് CPR ഒക്കെ കൊടുത്തിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ ഒരു സമയത്ത് ചെറിയൊരു ശ്വാസം വരികയും ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ച് ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് മുത്തശ്ശനോട് വരാൻ പറയുന്നുണ്ട്. സാറിന് ഒട്ടും വയ്യ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീന പോവുകയാണ്. പോകുന്ന സമയത്ത് വൈജയന്തിയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പോൾ എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല മാഡം, വന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്തൊന്നും ബാലചന്ദ്രന് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അലീന ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ആ സമയത്ത് എവിടെയാണ് അവരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ICUയിൽ ഉണ്ടായിരുന്നു, ICUന്ന് ഇപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ആരെയും നിൽക്കാൻ അനുവദിക്കില്ല എന്ന് മറുപടി പറയുകയാണ് അലീന. പക്ഷേ വൈജയന്തി ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് കാവൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് വൈജയന്തി ചോദിക്കുന്നത്. ആ സമയത്ത് അലീന പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സാറിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരിക, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അലീന. പക്ഷേ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നത് നിൻ്റെ ജോലിയല്ലോ, നിൻ്റെ ജോലി വീട്ടിലല്ലേ, നീ അവിടെ തൽക്കാലം അവിടേക്ക് പോകാൻ നോക്ക്, ഇവിടെ നിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മാഡം സാറിന് സുഖമില്ലാഞ്ഞിട്ട് ഞാനാണല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്, ആ സമയത്ത് ആംബുലൻസ് വിളിച്ചതും ഡോക്ടറെ അറേഞ്ച് ചെയ്തതും ഒക്കെ ഞാനാണ്, അതും എൻ്റെ ജോലിയല്ലല്ലോ, അല്ലായിരുന്നില്ലല്ലോ എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് അലീന. ഇത് കേട്ട് വൈജയന്തി ചൂടായിട്ട്, ആംബുലൻസ് വിളിച്ചതൊന്നും വലിയ ത്യാഗമായിട്ടൊന്നും നീ പറയണ്ട, തലയ്ക്ക് ബോധമുള്ള ഏതൊരാളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നീയും ചെയ്തുള്ളൂ, അതൊരു വലിയ ഷോ ആയിട്ടൊന്നും എടുക്കണ്ട, വീട്ടിൽ പോവാൻ നോക്കി, ഇവിടെ നിന്നെ ഞാൻ കണ്ടുപോകരുത് എന്ന് ഷൗട്ട് ചെയ്യുകയാണ് വൈജയന്തി. അങ്ങനെ പിന്നീട് വൈജയന്തി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് എന്താണോ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ മുറിയിലോട്ട് പോയി നോക്കുന്ന സമയത്ത് സാറ് താഴെ വീണ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് ഡോക്ടറെ അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല, എനിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്നെ വഴക്ക് പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മനു. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, എന്തായാലും വാ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്തോട്ട് പോയിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അലീന ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, കറക്റ്റ് സമയത്ത് ഡോക്ടറുടെ സഹായം തേടുകയും ആംബുലൻസ് വിളിക്കുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ആളെ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സാറ് തിരിച്ച് കിട്ടില്ലായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇത് 3 ദിവസം അടുപ്പിച്ച് മദ്യപിച്ചിട്ടുണ്ട്, അതുമൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, സാറിനോട് ഇനി ചോദിച്ചില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്നോടും വലിയ ദേഷ്യത്തിലായിരുന്നു, പിന്നെ വീട്ടിൽ വന്ന ഉടനെയും കുടിക്കുകയായിരുന്നു, വലിയ ദേഷ്യം കാണിച്ചതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് അടുത്തോട്ട് പോയിട്ടില്ല എന്നൊക്കെ അലീന മറുപടി പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ മനു ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ശാന്തമായിട്ട് ജീവിതമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നല്ല നല്ല കാര്യങ്ങളൊക്കെ മനു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഡോക്ടർ അലീന കറക്റ്റായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ബാലചന്ദ്രൻ്റെ ആ ഒരു ഇത് തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന് ബാലചന്ദ്രൻ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പിറുപിറുത്തോണ്ട് പറയുന്നുണ്ട്, ഒരു കോള് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞതാണോ ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അവർ ഡോക്ടറോട് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് വൈജയന്തി അലീനയെ അവിടെ കണ്ടിട്ട് മനുവിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഇവൾ പോകുന്നില്ല, ഇവളോട് ഇവിടെ നിന്ന് പോകാൻ പറ, അല്ലെങ്കിൽ എൻ്റെ പ്രഷർ കൂടും, ഇവളിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല ആൻറ്റിൻ്റെ തലയിലാണോ അവൾ നിൽക്കുന്നത്, അവളുടെ കാലിലല്ലേ നിൽക്കുന്നത്, ആൻറ്റിക്ക് എന്താ കുഴപ്പം, അവൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കും, ആൻറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആകെ ചമ്മി നിൽക്കുകയാണ് വൈജയന്തി. ആ സമയത്ത് നീ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട, ഇത് ഹോസ്പിറ്റലായി പോയി, ഇവളെയും കൊണ്ട് പോവാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ്. ഇവളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിനെ CPR ഒക്കെ കൊടുത്തിട്ട് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും ആംബുലൻസ് വിളിക്കാനും ഡോക്ടറെ അറേഞ്ച് ചെയ്യാനും ഒക്കെ അലീന വേണമായിരുന്നു. ഇപ്പം അലീനയെ ആവശ്യമില്ലല്ലേ, കുറച്ചെങ്കിലും നന്ദി കാണിക്കാം, ഇത്തിരി നന്ദിയെങ്കിലും ആവാം എന്നൊക്കെ മനു പറയുകയാണ്.
മനുവിന് ദേഷ്യം ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒടുവിൽ വൈജയന്തിയോട് പറയുന്നുണ്ട്, വൈജയന്തിയുടെ ഭാവം കണ്ടിട്ട് അങ്കിൾ എത്രയും പെട്ടെന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ എന്നുള്ള ഭാവമാണല്ലോ എന്നൊക്കെ, നിൽപ്പും ഭാവം കണ്ടിട്ട് എന്നൊക്കെ മനു പറയുമ്പോൾ അതെന്ത് വർത്തമാനമാണ് നീ പറയുന്നത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, അല്ല ആൻറ്റിയുടെ സ്വഭാവം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് മനു. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, ഏതായാലും അവിടെ വീട്ടിൽ ആരുമില്ലല്ലോ, മക്കളുടെ കാര്യം നോക്കണം, അമ്മയെ നോക്കണം, അതിന് ഇവളവിടെ വേണമല്ലോ, അതിനുകൊണ്ട് ഇവളെയും കൊണ്ട് ഇവളോട് പോകാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, അലീന നീ വാ, നിന്നെ ഞാൻ കാറിൽ കൊണ്ടേയാക്കാം, നീ വാ നമുക്ക് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി, അതിന് നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഇവള് പൊക്കോളല്ലോ, നീ എന്തിനാ കാറിൽ കൊണ്ട് വിടുന്നത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അലീനയെ ഞാൻ തന്നെ കൊണ്ടുവിടും, നീ എൻ്റെ കാറിൽ പോര്, എൻ്റെ കൂടെ പോര് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് വൈജയന്തിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പക്ഷേ അലീന പറയുന്നുണ്ട്, സാറിൻ്റെ അവസ്ഥ ഒന്നും അറിയാതെ ഞാൻ എങ്ങനെയാ പോരുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വിവരങ്ങൾ നിന്നോട് അറിയിക്കാം, ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് മനു അലീനയുടെ കൈയും പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കാഴ്ച കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് വൈജയന്തി. അലീനയാണെങ്കിലും മനു കൈ പിടിച്ചപ്പോൾ നാണത്തോടു കൂടിയും അതുപോലെ തന്നെ ഷോക്കായിട്ടും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്.